നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. മലപ്പുറം ജില്ലയിലെ താനൂരിലുണ്ടായ ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ വിചാരണ തുടങ്ങി. താനൂർ ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജസ്റ്റിസ് മോഹനൻ കമ്മീഷൻ തിരൂരിൽ PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലാണ് സിറ്റിംഗ് നടത്തിയത്. പ്രതികളായവർ എല്ലാവരും ഹാജരായതായി ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് VK മോഹനൻ പറഞ്ഞു. കമ്മീഷന്റെ ആദ്യ സിറ്റിംഗിന്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങളിൽ നിന്നും ബോട്ടപകടം സംബന്ധിച്ച അഭിപ്രായങ്ങളും ആക്ഷേപണങ്ങളും ക്ഷണിച്ചുകൊണ്ട് പത്രപരസ്യം നൽകിയിട്ട് വേണ്ടത്ര പ്രതികരണങ്ങൾ കമ്മീഷന് ലഭിച്ചില്ല. തുടർന്ന് ഈ വിഷയത്തിൽ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ട 56 സ്ഥാപനങ്ങൾക്കും മറ്റും അവരുടെ നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ട് കത്തുകൾ നൽകിയിട്ടും ഇവരുടെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ കുറവായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇനിയും അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ആദ്യ വിചാരണ തിരൂർ PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടന്നത്. കമ്മീഷൻ അയച്ച കത്തുകളോട് പ്രതികരിച്ച എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കൂടാതെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട താനൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ പ്രഥമദൃഷ്ട്യാ പ്രതികളായി ചേർത്തിട്ടുള്ള മുഴുവൻ വ്യക്തികൾക്കും വിചാരണയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നുവെന്ന് ജസ്റ്റിസ് VK മോഹനൻ പറഞ്ഞു. ഈ ഷിപ്പിംഗ് ആയി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പല സ്ഥാപനങ്ങളുണ്ടല്ലോ, അവർക്കെല്ലാം നമ്മൾ ലെറ്റർ അയച്ചു. പിന്നെ അതേപോലെ തന്നെ ഈ ബോട്ടപകടവുമായി ബന്ധപ്പെട്ടിട്ട് താനൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈമിൽ അന്വേഷണം പൂർത്തിയാക്കിയിട്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ നോട്ടീസ് അയച്ചു. അതിൽ മിക്കവാറും എല്ലാവരും തന്നെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ പറയാനുള്ളതെല്ലാം കേട്ടു നമ്മൾ. ഇനി അവരുടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് 1 മാസം സമയം കൊടുത്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ അടുത്ത സിറ്റിങ് മെയ് മാസം 3-ാം തീയതിയാണ് ഇവിടെ തന്നെ വെച്ചിട്ട്. നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു മോഡസ് ഓപ്പറൻഡി എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ആകെ 5 ഐറ്റംസാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 1ഉം 2ഉം ടേംസ് ഓഫ് റെഫറൻസ് 1ഉം 2ഉം ഈ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട അപകടം എങ്ങനെ ഉണ്ടായി, അതേപോലെ തന്നെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്, ഇതിനെ സംബന്ധിച്ച് ഈ അന്വേഷണത്തിൻ്റെ ഒന്നാം ഘട്ടം, വിചാരണയുടെ 1ാം ഘട്ടം, ഈ എൻക്വയറിയുടെ 1ാം ഘട്ടം ആ 2 ടേംസ് ഓഫ് റെഫറൻസുമായി ബന്ധപ്പെട്ട് നടത്തി പൂർത്തീകരിക്കാനും ബാക്കി 3 മുതൽ 5 വരെയുള്ളത്, അതായത് നമ്മൾ ഇതുപോലത്തെ അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം, പിന്നെ നേരത്തെ അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടുകളിലെ നടപടി, അവരുടെ സജഷൻസ് എത്രമാത്രം നടപ്പാക്കിയിട്ടുണ്ട്, നടപ്പാക്കാത്തതിലുള്ള വീഴ്ച അത് എന്തൊക്കെയാണ്, ഇവ കാര്യങ്ങളാണ്. അതിന് വിശദമായിട്ടുള്ള ഒരു എൻക്വയറി ആവശ്യമുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ പബ്ലിക്കിന് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ വച്ചിട്ട് എൻക്വയറി നടത്തി എല്ലാ വിഭാഗം ആൾക്കാരെയും ബന്ധപ്പെട്ടവരെയും കേൾക്കുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കുറച്ച് സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആദ്യത്തെ ടേംസ് ഓഫ് റെഫറൻസിലെ 1ഉം 2ഉം ഐറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് ഫേസ് എൻക്വയറി കംപ്ലീറ്റ് ആക്കുക. 3 മുതൽ 5 വരെയുള്ള ടേംസിൻ്റെ സംബന്ധിച്ചുള്ള എൻക്വയറി, അതിനകത്ത് നമുക്ക് എക്സ്പെർട്ടിനെയൊക്കെ വിസ്തരിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ടൂറിസം ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ മാരിടൈം ബോർഡ്, പിന്നെ അതുപോലെ തന്നെ പോർട്ട്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും ഒക്കെ കേട്ടിട്ട് വേണം അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ. അത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആദ്യമേ ഫസ്റ്റ് ഫേസിൽ ഇവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കുക ഒന്ന്, 2ാമത്തെ ഘട്ടം പിന്നീട്. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സിറ്റിംഗ് ഇവിടെ തുടർച്ചയായിട്ട് തിരൂർ ഇവിടെ തന്നെ വെച്ച് നടത്തും. അപ്പോൾ അടുത്ത സിറ്റിംഗ് ഇനി മെയ് മാസം 3-ാം തീയതിയാണ്. ഏപ്രിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് 3-ാം തീയതി, മെയ് മാസം 3-ാം തീയതി നടത്തും. ബുധനാഴ്ച രാവിലെ 11 മണിക്കാണ് സിറ്റിംഗ് ആരംഭിച്ചത്. അടുത്ത സിറ്റിംഗ് മെയ് 3-ന് PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. TVN ന്യൂസ്, തിരൂർ. 50 വർഷത്തെ സുവർണ്ണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. Celebrating 50 years.